ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഇന്നലെ പോയി നമ്മുടെ EKO കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു റിവ്യൂ ഒന്നുമല്ല. കാര്യം ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് പല പല സെക്ഷനിലായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെക്നിക്കൽ നോളജൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാനൊരു സാധാരണ നിങ്ങളെപ്പോലെ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ സിനിമ ആസ്വാദനവും എൻ്റെ സിനിമ ആസ്വാദനവും ചിലപ്പോൾ രണ്ട് കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കാണാതിരിക്കാനോ പിന്നെ കാണാൻ പോകാനോ ഒന്നും ശ്രമിക്കരുത്. ട്രailerും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് വേണം പോകാൻ. ഞാൻ പേഴ്സണലി റിവ്യൂ കാണാതെ സിനിമ കണ്ട ശേഷമാണ് റിവ്യൂ കാണുന്നത്, എന്താ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. സോ നമുക്ക് പടത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ എന്താ കണ്ടോ, നമ്മുടെ കേരള ക്രൈം ഫയൽസ് ഒക്കെ ചെയ്ത അതേ ടീമിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ EKOയും ചെയ്തിരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിൽജിൻ അയ്യത്താനാണ്. പിന്നെ എഴുതി സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാഹുൽ രമേശുമാണ്. സോ കിഷ്കിന്താഘട്ടം കണ്ടവർക്കറിയാം, അതിലെ ഒരു പൊളപ്പനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി പരിപാടി വിഷ്വൽസ് അത് തന്നെയാണ് ഈ സിനിമയിലും. അപ്പം നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് സിനിമയിലോട്ട് പോവാം. സിനിമ എന്ന് പറയുന്നത് ഒരു കാട്ട് പ്രദേശത്ത് നടക്കുന്ന ഒരു 80s 90s കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഒരു അക്രമകാരി ഒരു ഉടായ്പ പിടിച്ച ഒരു ആളെ തിരക്കി കുറേ ആൾക്കാർ നടക്കുന്നതാണ് കഥ. ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കഥയൊന്നും പറയാത്ത. അപ്പോൾ സിനിമയുടെ പോസിറ്റീവിനെ ഇട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് ഇതിൻ്റെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു എലവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതിയെ 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 കൊണ്ടുവന്നിട്ട് പൊങ്ങി കൊണ്ടുവന്ന ഒരു പരിപാടി. സ്ലോ സ്പേസിൽ ഇങ്ങനെ ബേൺ ചെയ്ത് വരും. അപ്പോൾ ആദ്യം ഇതിൻ്റെ പല ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാഗ് തോന്നും. പക്ഷേ ആ ലാഗ് നിങ്ങൾക്ക് അവസാനം ഫുൾഫിൽ ആവും. കാര്യം ആ ലാഗ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല വിഷ്വൽസ് ആണ്. മൊത്തം കാടും കാടിലെ സൗണ്ടും പട്ടികളുടെ സൗണ്ടും ആ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതും വളരെ നൈസാണ്. പിന്നെ പ്രധാനമായിട്ടും ഡയറക്ഷൻ അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഓരോ സീനുകളും എടുത്തു വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം ഡയറക്ഷൻ്റെ ഒരു പെർഫെക്ഷൻ. പിന്നെ ഉള്ളത് എഡിറ്റിംഗ്, വളരെ നല്ല എഡിറ്റിംഗ് ആണ്. എനിക്ക് പേരെടുത്തെടുത്ത് പറയാൻ എനിക്ക് ആരും പേര് കാണാതെ അറിയില്ല. അപ്പോൾ എഡിറ്റിംഗ് സൂപ്പറായിരുന്നു. പിന്നെ ഏറ്റവും മികച്ചത് എല്ലാവരെയും ആക്ടിങ്. ഇപ്പം സന്ദീപ് പ്രദീപ് ആയിക്കോട്ടെ, നരേൻ ആയിക്കോട്ടെ, വിനീത് ആയിക്കോട്ടെ, ഒന്നിനൊന്നും മികച്ച അഭിനയമായിരുന്നു. പിന്നെ നമ്മുടെ ബിനു പപ്പൻ പൊള്ളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ സീനെ കൊണ്ട് മാസായിരുന്നു. അപ്പം നിങ്ങൾ അത് മനസ്സിൽ വയ്ക്കുക. പിന്നെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോനെ കിണ്ണം കാഴ്ച സാധനമായിരുന്നു കേട്ടോ. നമ്മുടെ ആ സീനൊത്ത BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിൽ അലിമ്പ് പെറുപ്പീര് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കറക്റ്റ് ആയിരുന്നു അത്. ഓക്കെ, പിന്നെ പോസിറ്റീവ് എന്ന് പറയാൻ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവുകൾ. വേറെ ഇങ്ങനെ എടുത്ത് പറയത്തക്ക വേറെ അങ്ങനെ പരിപാടി ഇതില്ല. മനസ്സിലായി, ഒരു നല്ല കഥയാണ്, നല്ല തിരക്കഥയാണ്, നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പല കാര്യങ്ങളും പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊക്കെ എടുക്കണം. അപ്പം നമുക്ക് നെഗറ്റീവിലോട്ട് പോവാം. ഇപ്പോൾ നെഗറ്റീവ് എന്നൊന്നും പറയാനില്ല. ചിലപ്പം ഈ ഒരു കഥയുടെ എഴുത്ത് കുറേ പേർക്കെല്ലാം മനസ്സിലാവണമെന്നില്ല. കാര്യം ഇതിലെ പലതും നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു സാധാരണ ഓഡിയൻസിനെ കൊണ്ട് പറ്റാത്തവർക്ക് ചിലപ്പോൾ ഈ സിനിമ വർക്കൗട്ട് ആവില്ല, അല്ലാത്തവർക്ക് ഈ സിനിമ വർക്കൗട്ട് ആവും. മുമ്പ് കിഷ്കിന്താഘട്ടം കണ്ടവർക്ക് അത് അറിയായിരിക്കും. പിന്നെ ആദ്യം കുറച്ച് ലാഗ് തോന്നും. ആ ലാഗ് തോന്നുന്നത് അതിനാവശ്യമാണ്, പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ ആ ലാഗ് ഉണ്ട്. അത് ഒഴിവാക്കിയാൽ നല്ലതാണ്. പിന്നെ അങ്ങനെ നെഗറ്റീവ് അങ്ങനെ എടുത്തു പറയത്തക്ക നെഗറ്റീവ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഓസ്കാറിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പടമാണ് കേട്ടോ. അറിയില്ല, ഓസ്കാറിനൊക്കെ പോയാൽ നല്ലതായിരുന്നിരിക്കും. അപ്പോൾ പിന്നെ ഓക്കെ, ഇതൊക്കെയാണ് എന്നെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി എനിക്ക് നല്ല സിനിമ ടേസ്റ്റ് ഉള്ള ഒരാളാണ്. പുള്ളി സിനിമേനെ വേറൊരു രീതിയിൽ കാണുന്ന ആൾ, ഞാൻ വേറെ രീതിയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മളൊരു ഇൻ്ററാക്റ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, ലവ് യു.